സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് വിഷയം? ഭൗതിക ഇസ്രായേലിന് ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതെ, ഭൗതിക ഇസ്രായേലിന് ദൈവത്തിന് മുമ്പിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ലോകത്തിൽ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഇസ്രായേലിലെ യുദ്ധം, ഇസ്രായേലിൽ ദേവാലയം വരാൻ പോകുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇസ്രായേലിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് മുമ്പിൽ ആ ഇസ്രായേലിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഞങ്ങളിന്ന് ഇവിടെ കാണുന്ന ഈ ഒരു സ്ഥലത്തെ പറ്റിയല്ല സംസാരിക്കാൻ പോകുന്നത്, പക്ഷേ ഭൗതിക ഇസ്രായേൽ ജനത്തെ പറ്റിയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഭൗതിക ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ദൈവത്തിന്റെ മുൻപിൽ ഇന്ന് പ്രത്യേകതയോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങൾ വചനപ്രകാരം സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വചനപ്രകാരം ഇത് പരിശോധിക്കാം. കാരണം എന്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? വചനത്തിലാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ അടിമത്തത്തിൽ കൊണ്ടുപോയിട്ടും അവർ ദൈവത്തെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് അവർ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ ദൈവം അവരെ വീണ്ടും അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് അവരെ യെരുശലേമിലേക്കും അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണ്ടായി. പല സമയത്തും അവരെ പല രീതിയിൽ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് നല്ലൊരു രാജാവിനെ നൽകി. ഉദാഹരണത്തിന് ദാവീദ് രാജാവിനെ തന്നെ നൽകി. നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും ദാവീദ് രാജാവിൻ്റെ സന്തതികൾ വന്നു. ആ സന്തതി പരമ്പരയിൽ നിന്നാണ് യേശുക്രിസ്തു തന്നെ വരുന്നത്. അതെ, നമുക്ക് പഴയ ഉടമ്പടിയിൽ പ്രകാരം നോക്കിയാൽ ബൈബിളിൽ പഴയ ഉടമ്പടിയുണ്ട്, പുതിയ ഉടമ്പടിയുണ്ട്. പഴയ ഉടമ്പടിயின் പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ, അതായത് പഴയ നിയമം, ആരാണ് ദൈവത്തിന്റെ ജനം? പഴയ ഉടമ്പടിயின் പ്രകാരം ഇസ്രായേൽ മക്കൾ. അതെ, ഇസ്രായേൽ മക്കളാണെന്ന് ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ പുരോഹിതന്മാരെ സംബന്ധിച്ച് നമുക്കറിയാലോ, അഹരോന്റെ സന്തതിയിൽ നിന്നാണ് പുരോഹിതന്മാർ വരുന്നത്. പിന്നെ അവർക്ക് ആരാധിക്കുവാനായിട്ട് അവർക്ക് എവിടെ പോകേണ്ടത്? അവർ ദേവാലയത്തിൽ പോകണമായിരുന്നു. അതെ, യെരുശലേമിലെ ദേവാലയത്തിൽ അവർ വർഷത്തിൽ 3 പ്രാവശ്യം പോകേണ്ടത് മസ്റ്റായിരുന്നു, ആവർത്തന പുസ്തകം 16:16 പ്രകാരം. അപ്പൊ ഇതൊക്കെയാണ് പഴയ ഉടമ്പടിயின் കീഴിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പഴയ ഉടമ്പടിയിൽ ഇപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരുപാട്, അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഇത്ര അധികം അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ജനം വേറെ ലോകത്തിൽ കാണാൻ കഴിയില്ല. അതെ, ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ജനമായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ. അതെ, അവരെ അടിമത്തത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ അവർക്ക് നൽകുവാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം നൽകിയിരുന്നത്. അതെ, പഴയ ഉടമ്പടിயின் കീഴിൽ അവരായിരുന്നപ്പോൾ, ദൈവത്തിന്റെ ജനമായിരുന്നപ്പോൾ, ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവരന്വേഷിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു, അല്ലേ? അതെ. നമുക്ക് പുതിയ നിയമത്തിൽ പോലും ഇന്ന് റോമർ 11:25 വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്ക് 26-ാം വാക്യത്തിൽ ഇപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇന്നും ഇസ്രായേലിന് പ്രാധാന്യമുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും ഇസ്രായേലിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മൾ പഴയ നിയമത്തിലും കണ്ട് പുതിയ നിയമത്തിലും കണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനം തന്നെയാണ്. പക്ഷെ നമുക്കൊരു കാര്യം കൂടി നമുക്ക് പഴയ നിയമത്തിൽ നോക്കാം. അതായത് പഴയ ഉടമ്പടിயின் കീഴുണ്ടായിരുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ഇരമ്യാ പ്രവാചകൻ. ഇരമ്യാവ് 31:31 വാക്യം ഒന്ന് എടുക്കാം നമുക്ക്. ഇരമ്യാവ് 32:31 പറയുന്ന ഒരു പുതിയ ഉടമ്പടിയെ പറ്റിയാണ്. പഴയ നിയമത്തിലും പുതിയ ഉടമ്പടിയെ പറ്റി പറയുന്ന ഒരു വാക്യമാണ് ഇരമ്യാവ് 32:31. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളും ബൈബിളുകൾ എടുത്ത് വായിക്കുക. കാരണം ഇതങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങളുടെ ബൈബിളുകളിലും പരിശോധിക്കുക. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ എന്താ, ഇസ്രായേൽ ഗൃഹത്തോടും അതായത് ഇസ്രായേൽ മക്കളോട് പുതിയൊരു നിയമം ദൈവം ചെയ്യാൻ പോണേണ്, അല്ലേ? അതെ. അപ്പോ അത് അവരെ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടത്തി കൊണ്ടുവന്നപ്പോൾ കൊടുത്തൊരു നിയമം പോലെയല്ല, ഒരു പുതിയ നിയമം. കാരണം ആ നിയമം അവർക്ക് പാലിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അനുസരിക്കേണ്ടത് പഴയ ഉടമ്പടിയാണോ പുതിയ ഉടമ്പടിയാണോ? അത് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് കണ്ടു നോക്കാം. അപ്പോൾ ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു പുതിയ നിയമം തരുമെന്ന് പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമപ്രകാരം ഭൗതിക ഇസ്രായേലിന് പ്രാധാന്യമുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കും അത് വചനപ്രകാരം പരിശോധിക്കാം. നമുക്ക് ഉൽപ്പത്തി 12:3 ഒന്ന് പോയാലോ? നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി 12:3 നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാമിനെ പറ്റിയാണ്. അബ്രഹാമിൽ നിന്നാണ് ഇസ്രായേൽ മക്കളുടെ ആരംഭം എന്ന് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഒന്ന് വായിക്കാതെ നമുക്ക് ഇസ്രായേൽ മക്കളുടെ ആരംഭം നമുക്ക് അബ്രഹാമിന്റെ അടുത്ത് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് അവനെ വിളിക്കുമ്പോൾ തന്നെ.
അതായത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയൊക്കെ വിടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉൽപ്പത്തി 12:3 നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് സകല വംശങ്ങളും എന്നാണോ, അല്ലെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകല ഇസ്രായേൽ മക്കളും അനുഗ്രഹിക്കപ്പെടും? സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതിനകത്ത് ദൈവം എടുത്തു പറയുന്നില്ല അല്ലെങ്കിൽ ജാതികളെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് പറയുന്നില്ല. സകലരെയും ഉൾപ്പെടുത്തിയാണ് ദൈവം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ, യാക്കോബ് എന്നുള്ള ആ ഒരു അബ്രഹാമിന്റെ കൊച്ചുമകന്റെ പേര് ദൈവം ഇസ്രായേൽ ആക്കിയതിന് മുൻപേ ഉള്ള കാര്യമാണിത്. ആ ഇസ്രായേലിന്റെ മക്കളാണ് ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? സകല വംശങ്ങളെയും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. അതായത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളെയും, ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് എന്നാണ്. നമുക്ക് ഉൽപ്പത്തി 17:3-4 കൂടി ഒന്ന് നോക്കാം. അവിടെ അബ്രഹാമിനോട് തന്നെയാണ് ദൈവം പറയുന്നത്. അതായത് അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ദൈവം അവിടെ അബ്രഹാമിനോട് നീ ഒരു ജാതിക്ക് പിതാവാകും എന്നാണോ? അല്ല, ബഹുജാതികൾക്ക് പിതാവുമാണെന്ന് ദൈവം മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ജനങ്ങളേക്കും രക്ഷ കൊണ്ടുവരാൻ ദൈവം മുമ്പേ പ്ലാൻ ചെയ്ത കാര്യമാണ്. അതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ്, അതായത് മെനി നേഷൻസ്, അനേകം വംശങ്ങൾക്ക്, ജാതികൾക്ക് പിതാവാകും അബ്രഹാം എന്നാണ് ഈ വാക്യം പറയുന്നത്. കാരണം ഇതിന്റെ അതേ കാര്യം തന്നെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതെ, നമുക്ക് യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, അവിടെ എന്താണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് ഹോശയ, അതായത് പഴയ നിയമത്തിൽ അധികം ആളുകൾ എടുക്കാത്തൊരു പുസ്തകമാണ് ഹോശയ. അതായത് ഹോശയ പ്രവാചകന്റെ ഏകദേശം അവസാന സമയങ്ങളിലായപ്പോഴാണ് ഈ ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. ഹോശയ 2:23 വാക്യത്തിൽ, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും. അപ്പൊ പഴയ ഉടമ്പടിயின் പ്രകാരം ആരാണ് ദൈവത്തിന്റെ ജനമായിരുന്നത്? ഇസ്രായേൽ മക്കൾ. ആരാണ് ദൈവത്തിന്റെ ജനം അല്ലാതിരുന്നത്? ജാതികളായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ജനം അല്ലാത്തവരോട് ദൈവം എന്ത് പറയും എന്നാണ് പറയുന്നത്? നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. അപ്പൊ അതവിടെ ഒരു പ്രവചനമല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ അതിന്റെ അവസാനം ഭാഗം പറയുന്നുണ്ട്, ഹോശയ 2:23, നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. അവരെ കുറിച്ച്, അതായത് ജാതികളെ കുറിച്ചാണ് അത് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, പണ്ട് ഇസ്രായേലായിരുന്നു ജനമെങ്കിൽ ജാതികൾ അകന്നവരായിരുന്നു, വളരെ അകന്നവരായിരുന്നു. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും ഗോലിയാത്തിനെ വിളിച്ചിരുന്നത് അഗ്രചർമ്മക്കാരൻ എന്നായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും അത്രയും അകന്നിരിക്കുന്നവരായിരുന്നു ജാതികൾ. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും എൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അതെ, നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുക. കാരണം ഗോലിയാത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശമര്യക്കാരെ അതായത് യേശുക്രിസ്തു ശമര്യ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ശമര്യ സ്ത്രീ അതിശയിച്ചു പോയി, നീ യഹൂദനായിരിക്കും എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ശമര്യക്കാരെന്ന് പറയുമ്പോൾ യഹൂദനായിട്ട് ചെറിയൊരു ബന്ധമുള്ളവരാണ്. എങ്കിൽ പോലും അവരോട് പോലും സംസാരിക്കാതിരുന്ന യഹൂദൻ ജാതികളോട് എന്തുമാത്രം ശത്രുത ഉണ്ടാവും? നിങ്ങൾക്കതൊന്ന് സങ്കല്പിച്ചു നോക്കാം. ബൈബിളിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അവരെ നായ്ക്കളായിട്ടാണ് എണ്ണിയിരുന്നത്. അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വായിച്ച വാക്യം ഹോശയ 2:23. ഇങ്ങനെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. ഗലാത്യർ 4:21 21 മുതൽ താഴത്തേക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമുക്ക് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? സാറ. അബ്രഹാമിന്റെ ഭാര്യയിലൂടെ അവൾക്ക് ജനിച്ചു ഇസഹാക്ക്, അല്ലേ? പക്ഷെ അതിനു മുൻപ് അബ്രഹാമിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ഇസ്മായേൽ. അത് ആരിലൂടെയാണ് ജനിച്ചത്? അത് ഹാഗാറിലൂടെ. കാരണം സാറ മച്ചിയായിരുന്നു. അതെ, സാറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ സാറയാണ് പറഞ്ഞ അബ്രഹാമിനോട്, എൻ്റെ ദാസിയുടെ കൂടെ പോവുക, എനിക്ക് മക്കളുണ്ടാകുമെന്ന്. അങ്ങനെയാണ് ഹാഗാറിലൂടെ ഇസ്മായേൽ ജനിക്കുന്നതും പിന്നീട് ദൈവം അനുഗ്രഹിച്ച് സാറയിലൂടെ തന്നെ ഇസ്ഹാക്ക് ജനിക്കുന്നത്. സ്വതന്ത്ര ആരായിരുന്നു ഇതിൽ? അതിൽ സാറയായിരുന്നു സ്വതന്ത്രയായിട്ട് സ്ത്രീയായിട്ടുണ്ടായിരുന്നു. മറ്റേത് അടിമയായിരുന്നു, ദാസിയായിരുന്നു ഹാഗാർ. അതുകൊണ്ട് തന്നെ നോക്കേ, ഗലാത്യർ 4:21 തുടങ്ങി ഒന്ന് വായിക്കാം. ന്യായപ്രമാണത്തിൻ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ,
ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. അതായത് ഇസാക്കിനെയും ഇസ്മായിലിനെയും കുറിച്ച് ഇത് സാദൃശ്യമാകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ അതൊരു ഷാഡോ ആണ്. പഴയ നിയമത്തിൽ ഒരു ഷാഡോ ആണിത്. പുതിയ നിയമത്തിന്റെ ഒരു കാര്യം കാണിച്ചത് ഇതൊരു സാദൃശ്യമാകുന്നു എന്നാണ്. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ. ഏതൊക്കെ നിയമമുണ്ട് ബൈബിളിൽ? പുതിയ നിയമവും പഴയ നിയമം അല്ലെ, 2 നിയമങ്ങളാണ് ഈ സ്ത്രീകൾ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ. അത് ഏത് നിയമത്തെ കുറിച്ചാണ്? അത് പഴയ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അതായത് പഴയ അതായത് ജഡപ്രകാരമുള്ള, പക്ഷെ അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതിയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? പഴയ ഇസ്രായേലിനെ, അതായത് ജഡപ്രകാരമുള്ള അബ്രഹാമിന്റെ സന്തതിയെ ആരുടെ സന്തതിയായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഹാഗാറിന്റെ സന്തതിയായിട്ട്. കാരണം നമുക്കത് വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. ഹാഗാറിന്റെ സന്തതിയാണ് പഴയ നിയമത്തിലെ ഇസ്രായേലിനോട് താരതമ്യപ്പെടുത്തിയിട്ടിരുന്നത്. അതെ, പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ജനം വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും സാറയിലൂടെ ഇസഹാക്കിനെയാണ് വാഗ്ദത്ത സന്തതിയായിട്ട് അവിടെ ദൈവം അനുഗ്രഹിച്ചത്. കാരണം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ അതിശയിച്ചു പോകാം. അബ്രഹാമിന്റെ ശരിക്കും ഭാര്യ സാറയിലൂടെ വന്ന ഇസഹാക്കിലൂടെ അല്ലേ അപ്പൊ ഇസ്രായേൽ ഉണ്ടായത്? അപ്പൊ ഇസാക്കല്ലേ വാഗ്ദത്ത സന്തതി? ആ ഇസാക്കിലൂടെ വന്നവർ ഇപ്പോഴും വാഗ്ദത്ത സന്തതി ആയിരിക്കണമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ബൈബിളാണ് സംസാരിക്കുന്നത് ഇസാക്കിലൂടെ വന്ന ജഡീകമായ സന്തതി വെറും ഹാഗാറിൽ നിന്ന് ജനിച്ച ആ ഒരു ദാസിയുടെ പുത്രന്മാരെ പോലെയാണ്, അടിമത്വത്തിലാണ്. കാരണം അവരെന്തിന്റെ അടിമത്വത്തിലാണെന്ന് ബൈബിളിൽ വ്യക്തമാണ്. കാരണം ക്രിസ്തു യേശുവിനെ സ്വീകരിക്കുകയോ സുവിശേഷം അനുസരിക്കുകയോ ചെയ്യാത്തവരെല്ലാം പാപത്തിന് അടിമത്വത്തിൽ തന്നെയാണ്, പിശാചിന്റെ അടിമകളാണ്. നമുക്ക് ഈ ഒരു കാര്യം കൂടി വായിക്കാം. യോഹന്നാൻ 10:16. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ 10:16 ആടുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യമാണ്. അതായത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അതായത് ഈ തൊഴുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്, അല്ലെ, ഭൂമിയിലായിരുന്നപ്പോൾ. പക്ഷെ അവിടെ പറയണ ഈ തൊഴുത്തിൽ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും എത്ര ആട്ടിൻകൂട്ടമാണ്? യഹൂദന്മാർ വേറെ ആട്ടിൻകൂട്ടം, ജാതികൾ വേറെ ആട്ടിൻകൂട്ടം എന്നാണ് പറയുന്നത്. അല്ല, ഒരു ആട്ടിൻകൂട്ടം എന്നാണ് അതിനകത്ത്. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും. അപ്പൊ അത് ജാതികള് ക്രിസ്തുവിനെ അനുസരിക്കുകയും അവന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഗലാത്യർ 3 ഇങ്ങനെയാണ് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോകണം. ഇതുവരെ നമ്മളൊന്ന് പുറമേ സഞ്ചരിച്ചു. പഴയ ഉടമ്പടി എന്താണ്, പഴയ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് വാഗ്ദത്തം നിറവേറിയതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിൽ നിറവേറിയതിൻ്റെ അനവധി വാക്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. എന്നും പറഞ്ഞ് ഞങ്ങൾ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും എടുത്തിട്ടില്ല, ഞങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇന്നിവിടെ. അതുപോലും നമ്മളെ കാണിച്ചു തരുന്നത് എത്രമാത്രം അടിസ്ഥാനപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ. ദൈവത്തിന്റെ വചനം വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതെ, നമുക്ക് ഗലാത്യർ 3:14 വാക്യത്തിലേക്ക് പോവാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:38 നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതൊന്ന് വായിക്കാം. കാരണം ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 2:38. അതായത് പത്രോസ് അപ്പോസ്തലനും പിന്നെ കൂടെ ഉണ്ടായിരുന്ന 11 അപ്പോസ്തലന്മാരുമാണ് അവിടെ പ്രസംഗിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്കതൊന്ന് ഞാൻ വായിച്ചു തരാം. പത്രോസ് അവരോട്, നിങ്ങൾ അതായത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്ത് നാൾ വരുന്നത്. ഈ പെന്തക്കോസ്ത് നാളിലാണ് പത്രോസും അപ്പോസ്തലന്മാരും പ്രസംഗിക്കുന്നത്. എന്താണ് പ്രസംഗിച്ചത്? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു.
ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക്, അതായത് ദേവാലയ പരിസ്ഥിതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്, അവിടെ കൂടിയിരുന്ന യഹൂദന്മാർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാരണം അവര് മശിയക്ക് വേണ്ടി കാത്തിരുന്നവരാണ്. ആ മശിഹേനെ അവർ ക്രൂശിച്ചു എന്ന് മനസ്സിലാക്കിയ യഹൂദന്മാരാണ് ചോദിച്ചത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറഞ്ഞെന്താ? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മാവെന്നുള്ള വാഗ്ദത്തം യഹൂദന്മാർക്ക് അവിടെ ആദ്യമായി ലഭിക്കുകയാണ്. അവര് അനുസരിച്ചാൽ മാത്രം, അല്ലാതെ ഇത് കേട്ടതുകൊണ്ട് അവർക്ക് ലഭിക്കണില്ല. അവരോട് പറയണത് എന്താ? പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്ന ദാനത്തിനായും അവർ സ്നാനം ഏൽപ്പിൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം 2:39 വാക്യത്തിലും നോക്കിക്കേ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. നിങ്ങളുടെ മക്കൾക്കും എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളെ കുറിച്ചല്ല അവിടെ പറയണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞോ? ഇല്ല. വാഗ്ദത്തം നിങ്ങൾക്കും, അതായത് ആത്മാവെന്ന വാഗ്ദത്തം. നേരത്തെ നമ്മൾ ഗലാത്യരിൽ വായിച്ചില്ലേ, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ല. അവിടെ പറയുന്ന ദൂരസ്ഥന്മാരായ ഏവരും ജാതികളെ പറ്റിയാണ് ദൂരസ്ഥർ എന്ന് പറയുന്നത്. ഇവിടെ ദൈവം ആ ഒരു വാഗ്ദത്ത വിഷയം യഹൂദന്മാർക്ക് മാത്രമായിരുന്നില്ല കൊടുത്തിരുന്നത്, ദൂരസ്ഥരായിരുന്ന ജാതികൾക്കും കൂടിയായിരുന്നു ദൈവം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. അതെ, സകല ജനങ്ങൾക്കും എന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതെ, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം അത് ഇപ്പൊ നമ്മൾ വായിച്ച കാര്യം വെച്ച് തന്നെ മനസ്സിലാക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴേ അബ്രഹാമിനോടും പറഞ്ഞെന്താ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ബഹുജാതികൾക്ക് പിതാവാകും. നമുക്ക് ഇനി അടുത്ത ഒരു വാക്യത്തിലേക്ക് പോകാം. റോമർ 2:11. അവിടെ വേറെ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾക്ക് ബൈബിളിൽ പരിശോധിക്കാം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷവും ഇല്ല. കാരണം നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഒന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പണ്ട് അറിയപ്പെട്ടിരുന്നത് ശൗൽ എന്നായിരുന്നു. ഏറ്റവും വലിയ തീഷ്ണതയുടെ ആയിരുന്നു പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേ തീഷ്ണത തന്നെ പൗലോസ് എന്ത് കഴിച്ചു? സുവിശേഷം അറിയിക്കാനും കാണിച്ചു. ഈ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 3:5 പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പൗലോസിന്റെ ആ ഒരു ക്രെഡൻഷ്യൽസ്, അതായത് ആ ഒരു യഹൂദനാണല്ലോ പൗലോസ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അല്ലെ, ഏറ്റവും ടോപ്പ് ക്ലാസ്സിലേക്കുന്ന ഒരാളാണ്, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, അതായത് ബ്ലെയിംലെസ്. അപ്പൊ പൗലോസല്ലേ ഏറ്റവും നല്ല യഹൂദനപ്പ, അല്ലെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. യഹൂദന് വേണ്ട എല്ലാ കാര്യങ്ങളും പൗലോസിനുണ്ട്. അപ്പൊ ഏറ്റവും നല്ല യഹൂദനും ഓൾറെഡി എന്താണ്, ദൈവത്തിന്റെ ഒരു ജനവുമായിരിക്കേണ്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നോ പൗലോസ്? അതെ. പക്ഷെ ഈ പൗലോസിന് പോലും ദൈവം മുഖപക്ഷം കാണിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലനും പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായും സ്നാനമേൽക്കേണ്ടി വന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2:16 വാക്യത്തിലാണ് അത് കാണുന്നത്. പൗലോസിനെ കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പുതിയ നിയമപ്രകാരം, അത് നിങ്ങൾക്ക് പോയി കണ്ടുനോക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ പൗലോസ് അപ്പോസ്തലനോട് അനന്യാസ് വന്നിട്ട് പറയണേണ്, ഇനി നീ താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക, സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പോസ്തല പ്രവൃത്തി 22:16 അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ഈ പൗലോസിന് പോലും ഇത് ചെയ്യേണ്ടി വന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്കൊരു വഴിയുമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മൾ ഇന്ന് ഭൗതിക ഇസ്രായേൽ മക്കളെ കുറിച്ചുമാണ് അവരെ സംബന്ധിച്ചും കൂടിയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇന്ന് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? പൗലോസ് അപ്പോസ്തലന് അതാണ് വഴി. പൗലോസ് അപ്പോസ്തലന് ദൈവം കൊടുത്ത വഴി അതാണെങ്കിൽ അവർക്കിന്ന് വേറെ വഴി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റുമോ? ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ ആക്കുമാറാക്കുവാൻ പറ്റുമോ? ഇല്ല. ഈ പൗലോസ് അപ്പോസ്തലനാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഭൗതിക ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങി തുടർന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എഫേസ്യർ 2:13 തുടങ്ങി ഒന്ന് വായിക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ആരെക്കുറിച്ചാണ് ഈ ദൂരസ്ഥർ എന്ന് പറയുന്നത്? ജാതികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആ രണ്ട് പക്ഷങ്ങൾ ഏതൊക്കെയായിരുന്നു? യഹൂദനും ജാതിയും.
ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് ആർക്ക് മധ്യായിരുന്നു ആ വേർപാടിൻ്റെ നടിച്ചുവർ ഉണ്ടായിരുന്നത്? യഹൂദനും ജാതികൾക്കും മധ്യായിരുന്നു ആ വേർപാട് നടിച്ചുവർ. അതെ, യഹൂദന്മാർക്കും ജാതികളുടെ മധ്യ ഒരു വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. എത്ര പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു ദൈവം? ഒരു പുതുമനുഷ്യൻ. സമാധാനം ഉണ്ടാക്കി, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ, സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം, ആ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്കും സമാധാനവും സുവിശേഷിച്ചു. ഒരു സുവിശേഷം, ഒരേ കാര്യമാണ് സുവിശേഷിച്ചത്, യഹൂദനായവനോടും ജാതിയായവനോടും. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആരിലൂടെ മാത്രമേ ഇന്ന് ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുള്ളൂ? പിതാവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനമുള്ളൂ. അതായത് യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഇരുപക്ഷക്കാർക്ക്, അതായത് യഹൂദനായാലും ജാതിയായിരുന്നവനായാലും യേശുക്രിസ്തുവിലൂടെ. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. യോഹന്നാൻ 14:6 നിങ്ങൾക്കത് പോയി പരിശോധിച്ചു നോക്കാം. അപ്പോൾ ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ യഹൂദനും ജാതിയായവനെ എല്ലാവരും ഒന്നാക്കി ദൈവം അവരിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി. അല്ലാതെ യഹൂദന്മാർ, അത് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിന് യഹൂദന്മാരുമായിട്ട് പണ്ട് മുതലേ പദ്ധതി അവരോട് മാത്രം ഉണ്ടായിരുന്നിട്ട് അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം കൊണ്ടുവന്നൊരു കാര്യമല്ല സഭ അല്ലെങ്കിൽ ജാതികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം. അപ്പം യഹൂദന് കുറച്ച് അസൂയൊക്കെ വന്നോളും. അപ്പം എന്നിട്ട് ആ യഹൂദന് അസൂയ വന്ന് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാതികളെ മാറ്റാം, എന്നിട്ട് യഹൂദന അവരായിട്ടുള്ള പദ്ധതി കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെയാണെങ്കിൽ ബൈബിള് ദൈവത്തിൻ്റെ വചനമല്ല, അത് നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. കാരണം ഫുള്ള് വിരോധങ്ങളും കോൺട്രഡിക്ഷൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. തന്നെയും പിന്നെയും മനസ്സിലായില്ലെങ്കിൽ തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ ഈ വീഡിയോയിൽ എത്രമാത്രം ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല, അത് നീണ്ടുപോകും. ഓക്കെ, എഫേസ്യർ 2:13 തുടങ്ങി 22 വരെയാണ് ഞങ്ങൾ വായിച്ചത്. ഇങ്ങനെ നമുക്ക് ഗലാത്യർ 3:28 പോവാം. ഇന്ന് ഒരുപാട് വാക്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. ഗലാത്യർ 3:28, ഗലാത്യർ 3:27 തുടങ്ങി വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആദ്യമേ നമ്മൾ കണ്ടതാണ്, പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. ആ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്നാണ് പറയുന്നത്. അപ്പൊ യഹൂദനും യവനനൊന്നുമില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യഹൂദനും യവനനും ഇല്ല, ദാസനും സ്വതന്ത്രനും ഇല്ല, ആണും പെണ്ണുമില്ല. ആ ഒരു വേർപാട് തന്നെ ദൈവം എടുത്തു കളഞ്ഞു, എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കുകയാണ് കാണുന്നത്. അതെ, നമുക്ക് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി യഹൂദനെന്നില്ല യവനനെന്നില്ല എന്ന് ദൈവം പറയുമ്പോൾ ആളുകൾ ഇന്ന് പറയണേ, ഓ ദൈവത്തിൻ്റെ ജനം യഹൂദനാണ്, അവർക്കാണ് ഏറ്റവും അല്ലേ, അവരെങ്ങനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണെന്ന് ഇന്ന് പറയാൻ പറ്റുമോ? പറയരുത്. കാരണം വചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ക്രിസ്തുവിലായവരെല്ലാം ഒന്നത്രേ. ക്രിസ്തുവിനാകാത്തവരോ? റോമർ 8:1 വായിക്കാം. ആകയാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവധിയുമില്ല. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ക്രിസ്തു യേശുവിലുള്ളവർക്കാണ് ഒരു ശിക്ഷാവധിയും ഇല്ലാത്ത. ഇന്നൊരു യഹൂദൻ ക്രിസ്തുവിനെ തള്ളിന്ന്, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, അവൻ മശീഹ അല്ല, അവന്റെ സുവിശേഷം അനുസരിച്ചിട്ടില്ലെങ്കിൽ അവന് ശിക്ഷാവധി ഉണ്ടോ? തീർച്ചയായിട്ടും അതെ, യഹൂദനായാലും അവന് ശിക്ഷാവധി ഉണ്ട്. ആരായാലും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷാവധി ഉണ്ട്. നമുക്ക് റോമർ 8:9 കൂടി വായിക്കാൻ പറ്റും. കാരണം അവർ ക്രിസ്തുവിനുള്ളവരല്ല, അല്ലെ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ഒരു യഹൂദൻ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവനാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവനാണെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തു ദൈവമാണ്. നമുക്ക് വേറൊരു കാര്യം കൂടി കാണാം. ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെയാണ്? സ്നാനത്തിൽ, അല്ലെ? ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:38 ഞങ്ങൾ നേരത്തെയും പറഞ്ഞാണ് ആ സെയിം വാക്യം തന്നെ. 2:38 പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. എങ്കിൽ ആ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് റോമർ 8:9 നമുക്ക് പിന്നെയും ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഇതേ കാര്യം തന്നെ ഇനി നമുക്ക്
ഗലാത്യർ 3:29 കൂടി വായിക്കാം. ഇതെല്ലാം നമ്മൾ അതിശയിപ്പിക്കണം. കാരണം ലോകം പറയുന്നത് പോലെയല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് അവൻ്റെ വചനത്തിൽ. നമ്മൾക്ക് കാണാം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതല്ല നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്, ആ വചനത്തിലാണ് നമ്മളുടെ പ്രത്യാശയുള്ളത്. നമുക്ക് ഗലാത്യർ 3:29 വായിക്കാം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ ക്രിസ്തുവിനുള്ളവരാരാണ്? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ. അത് യഹൂദൻ മാത്രമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, ക്രിസ്തുവിനുള്ളവരെല്ലാവരും അവരാണ് ശരിക്കും അബ്രഹാമിന്റെ സന്തതികൾ. അല്ലാതെ അബ്രഹാമിന് ജഡത്തിലുണ്ടായ സന്തതികളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. അബ്രഹാമിന്റെ സന്തതികൾ ക്രിസ്തുവിനുള്ളവരെങ്കിലും ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകും. ഇതാണ് വചനം പറയുന്നത്. നമ്മൾക്ക് ഒന്നും കൂടി റോമർ 11:25 ഇങ്ങനെ പോവാം. നമ്മൾ ഇത്രയും കണ്ടു, അബ്രഹാമിന്റെ സന്തതി ശരിക്കും ക്രിസ്തുവിനുള്ളവരാണ്, വാഗ്ദത്ത പ്രകാരം അവകാശികൾ അവരാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി കാണാം. റോമർ 11:25 നേരത്തെ വായിച്ചതാണ്, പക്ഷെ അന്നേരം നമ്മൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ അബ്രഹാമിന്റെ സന്തതിയല്ലേ പഴയ നിയമത്തിൽ ജഡികമായിട്ട് ഇസ്രയേൽ എന്നറിയപ്പെട്ടത്. അതെ. പക്ഷെ ക്രിസ്തുവിനുള്ളവരെയും പുതിയ നിയമത്തിൽ എന്താണ്, ക്രിസ്തുവിനുള്ളവരാണ് ശരിക്കും അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരാണ് ശരിക്കും ഇസ്രായേൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾ ക്രിസ്ത്യാനികളാണ്, അതായത് അവകാശികളാണ്. അവരെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ട് നമ്മൾ റോമർ 11:25 കാണുന്നത്, സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം അതായത് ഇസ്രായേൽ മക്കൾക്ക് തന്നെ, അതായത് യഹൂദന്മാരായവർ തന്നെ അവർ ശരിക്കും പറഞ്ഞ യേശുക്രിസ്തുവിനെ അനവധി ആൾക്കാർ തള്ളിക്കളഞ്ഞു. പക്ഷേ കാരണം അതിനൊരു കാരണമുണ്ട്. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പാലിച്ചുകൊണ്ട് വരുന്ന ന്യായപ്രമാണവും അതൊക്കെ എടുത്തു മാറ്റി പുതിയ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പൗലോസ് അപ്പോസ്തലനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ, അവൻ എത്രമാത്രം സഭയെ ഉപദ്രവിച്ചിരുന്നതാണ്. പക്ഷെ ന്യായപ്രമാണ പ്രകാരം അനന്യൻ എന്നാണ് പറയുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുപോലെയായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ തിരിഞ്ഞു വന്നില്ലേ? അതുപോലെ പല യഹൂദന്മാരും ആദ്യം കഠിനപ്പെട്ട അവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ തിരിഞ്ഞു വന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അതായത് റോമർ 11:25 നോക്കിയേ, ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതായത് ശരിക്കുമുള്ള ഇസ്രയേൽ ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പുതിയ ഉടമ്പടിயின் പ്രകാരം ശരിക്കും ഇസ്രയേലർ ആരാ? അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ക്രിസ്തുവിനുള്ളവരെയാണെന്നാണ് ഗലാത്യർ 3:28-29 വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്. ക്രിസ്തുവിനുള്ളവരെയാണ് യഥാർത്ഥ ഇസ്രയേലർ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനുള്ളവരാകേണ്ട യഹൂദന്മാരെല്ലാവരും ആദ്യം കഠിനപ്പെട്ട അവസ്ഥയിലൊക്കെ കുറച്ച് നാൾ നിന്നെങ്കിലും അവരും തിരിഞ്ഞു വന്നു. അങ്ങനെ AD 70 റോമൻ സൈന്യം യെരുശലേമിനെ നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്ത്യാനികളാകേണ്ടുന്നവരായ എല്ലാ യഹൂദന്മാരും, ക്രിസ്തുവിനുള്ളവരാകേണ്ടതായ എല്ലാ യഹൂദന്മാരും ക്രിസ്തുവിനെ സ്വീകരിച്ചു, ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് കാണണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2:41 വാക്യത്തിൽ അവൻ്റെ വാക്ക്, അതായത് അപ്പോസ്തലന്മാരവിടെ സംസാരിച്ചപ്പോൾ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവിടെ കാണുന്നത് എന്താണ്? അവർക്ക് മനസ്സിലായി യേശുക്രിസ്തുവാണ് അവരുടെ മശിഹ എന്നവർക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിലൂടെ രക്ഷ കിട്ടുന്നതിനെ കുറിച്ച് മനസ്സിലായി. അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്ന കാര്യം അവർ കേട്ടു. 3000-ഓളം പേർ അന്ന് അവിടെ സ്നാനമേറ്റു. പിന്നെ നമുക്ക് കാണാം അപ്പോസ്തലപ്രവൃത്തി 4:4 വാക്യത്തിൽ ഇത് യഹൂദന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വിശ്വസിച്ചവരും സ്നാനമേറ്റവരും രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഭൗതികമായി യഹൂദനായി ജനിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത് AD 70 യെരുശലേം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സുവിശേഷം അനുസരിക്കാനിരുന്ന എല്ലാ യഹൂദന്മാരും സുവിശേഷം അനുസരിച്ചു. ഇപ്പൊ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 21:20 വാക്യം, അനവധി ആൾക്കാരും സുവിശേഷം വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൽ വളരെ തൽപരന്മാരായവരുണ്ട്. കാരണം അവർക്ക് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ പഴയ നിയമം, അതിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും എല്ലാം അവർക്ക് മനസ്സിലായവരുണ്ട്. ഇപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 21:20 കാണാം, ശൗൽ, അതായത് പൗലോസിനോട് ഇവിടെ പറയുകയാണ്, അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, അതായത് പൗലോസിനോട് പറയണേ, സഹോദര,
യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അപ്പോൾ ആയിരങ്ങൾ ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണം തൽപരന്മാരാകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. കാരണം അവർ ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ല, പക്ഷേ അവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൗലോസ് പരിച്ഛേദന വേണ്ട, മോശയെ ഉപേക്ഷിച്ച് കളയണം എന്നെല്ലാം പറഞ്ഞു എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയുടെ നിന്നെക്കുറിച്ച് അവരത് പൗലോസിനെ കുറിച്ച് അത് ധരിച്ചതുകൊണ്ട് അവർ സുവിശേഷം കേൾക്കാനോ അല്ലെങ്കിൽ പൗലോസിനെ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരന്മാരെ കേൾക്കുവാനോ ആ ഒരു മനസ്സ് കാണിക്കുന്നില്ല. ക്രിസ്ത്യാനികളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിട്ടാണ് വരുന്നത്. അപ്പോൾ പൗലോസിനോട് സഹോദരന്മാർ പറയുന്നത്, ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടതുള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. അപ്പോൾ 24 വരെ, അതായത് അപ്പോസ്തലപ്രവൃത്തി 21-ന്റെ 20 തുടങ്ങി 24 വരെയാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് തോന്നാം, ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പോലും യഹൂദൻ ക്രിസ്ത്യാനി ആയി എന്ന് പറയുന്നു, പക്ഷേ ഇവിടെ തലക്ഷൗരം ചെയ്യാൻ പോകുന്നു, നേർച്ച ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ആളുകൾക്ക് തോന്നാം. ശരിയാണ്, അവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരിലേക്ക് ആ ഒരു അവസരം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 20 തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാവും. 1 കൊരിന്ത്യർ 9-ന്റെ 20 തുടങ്ങി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. കണ്ടോ, പൗലോസ് ഒരു യഹൂദനല്ലേ, യഹൂദനായിരുന്നില്ലേ? ആ യഹൂദന്മാരിൽ നിന്ന് ആളുകളെ നേടേണ്ടതിന്, രക്ഷിക്കേണ്ടതിന്, കാരണം യഹൂദൻ നഷ്ടപ്പെട്ടവനാണ്, ആ നഷ്ടപ്പെട്ടവനെ രക്ഷിക്കേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ. യഹൂദന്മാരെ നേടണമെങ്കിൽ അവർ കേൾക്കാൻ തയ്യാറാകണം. സുവിശേഷം കേൾക്കുവാൻ തയ്യാറാകാൻ വേണ്ടിയാണ് പൗലോസ് അങ്ങനെ ചെയ്തത്. 1 കൊരിന്ത്യർ 9-ന്റെ 20 തന്നെ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ. കണ്ടോ, ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല ഇപ്പോൾ പൗലോസ്. ആദ്യം ആയിരുന്നു, സഭയെ മുടിച്ചവനായിരുന്നു, ന്യായപ്രമാണപ്രകാരം അനിന്യൻ, കൽപ്പനകളെ വളരെയധികം അനുസരിച്ചിരുന്ന ഒരാളാണ്. 1 കൊരിന്ത്യർ 9-ന്റെ 21 കൂടി വായിക്കാം. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്നാണ്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം, എല്ലാവർക്കും എല്ലാമായി തീർന്നു. അല്ലാതെ യഹൂദൻ ഓൾറെഡി രക്ഷപ്പെട്ടത് കൊണ്ട് അവനിങ്ങി ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കേണ്ട എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ യഹൂദനായിരുന്നു, ഹൃദയം കഠിനപ്പെടുത്തിയ ഒരാളായിരുന്നു. ആ പൗലോസ് അപ്പോസ്തലൻ പോലും രക്ഷ നേടേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ രക്ഷ നേടിയതിന് ശേഷം പറയുന്നത് എന്താ? ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ലെങ്കിൽ പോലും ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ രക്ഷിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. അപ്പോൾ അവിടെ അതാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇനി ഒന്നും കൂടി റോമർ 11-ാം അധ്യായം 25-ാം വാക്യം ഒന്നും കൂടി വായിക്കാം. അതായത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ വരുവോളം, അതായത് എപ്പോഴായത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതായത് ജാതി ആരാണ്, യഹൂദനാരാണെന്ന് മനസ്സിലാകാതെ വണ്ണം അവരുടെ എല്ലാം ഇടകലർന്നു പോയത് AD 70-ന് ശേഷമാണ്. AD 70-ൽ റോമൻ സൈന്യം വന്ന് യെരുശലേമിനെ നശിപ്പിച്ചതിന് ശേഷമാണ്. അതായത് യഹൂദന്മാർക്ക് പിന്നെ വംശാവലിയില്ല, ഒന്നുമില്ല. കാരണം എല്ലാവരും ജാതികളുടെ പൂർണ്ണസംഖ്യ വരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം. നമ്മൾ ഓൾറെഡി ആ കാഠിന്യത്തെ പറ്റി സംസാരിച്ചതാണ്. അവർ ഇത്രയും നാൾ പാലിച്ചിരുന്ന കാര്യങ്ങളെ പെട്ടെന്ന് മാറ്റുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല, പക്ഷേ മാറ്റിയവരുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:41 പറയുന്ന ആ ഒരു ജനം 3000-ഓളം പേരന്ന് സുവിശേഷം അനുസരിച്ചു, സ്നാനമേറ്റു അവരന്ന് അവിടെ സുവിശേഷം അനുസരിച്ചത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 4:4 കാണാം, 5000-ഓളം തന്നെയായി, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി വചനം കേട്ട് അനുസരിച്ചവർ. അപ്പോൾ അതാണ് നമ്മളെ കാണിക്കുന്നത്. അനുസരിക്കാനുള്ളവർ AD 70-ന് മുൻപ് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ അനുസരിച്ചു.
പിന്നെ വന്നത് യഹൂദനാണോ യവനനാണോ എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ജാതികളായിട്ടാണ് എണ്ണിയിരുന്നത്. റോമർ 11:26 പറയുന്നു, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ശരിയാണ്, ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. പക്ഷെ പുതിയ ഉടമ്പടിயின் പ്രകാരം ഇസ്രായേലിയർ ആരാണ്? അബ്രഹാമിന്റെ സന്തതി ആരാണ്? ക്രിസ്തുവിനുള്ളവരാണ്. ആ ക്രിസ്തുവിനുള്ളവരായ എല്ലാ യഹൂദന്മാരും AD 70 മുൻപ് തന്നെ അവർ ക്രിസ്തുവിനെ അനുസരിച്ചു. അല്ലാത്തവരോ തള്ളിക്കളഞ്ഞു. ആയിരങ്ങൾ തള്ളി, ലക്ഷക്കണക്കിന് ആളുകൾ തള്ളിക്കളഞ്ഞു. പക്ഷെ രക്ഷപ്പെടുവാനുള്ള എല്ലാ യഹൂദന്മാരും AD 70 മുൻപ് തന്നെ യഹൂദൻ എന്നുള്ള ആ ഒരു കാര്യം തെളിയിക്കുവാൻ പറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ അവരെല്ലാവരും യഥാർത്ഥ ഇസ്രായേലിനോട് ചേർന്നു. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. റോമർ 11:25 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ വരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. നമുക്കവിടെ കാണാം, ജാതികളുടെ പൂർണ്ണസംഖ്യ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? AD 70 യെരുശലേം നശിപ്പിക്കുമ്പോഴാണ്. കാരണം AD 70 വരെ യഹൂദനുണ്ട്, യഹൂദന ദേവാലയമുണ്ട്, അവർക്ക് വംശാവലി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ AD 70 ജനറൽ ടൈറ്റസ്, അതായത് റോമൻ സൈന്യാധിപനായ ടൈറ്റസിന്റെ ആ ഒരു നേതൃത്വത്തിൽ ആ ഒരു യെരുശലേം മുഴുവനും നശിപ്പിച്ചു. ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ അവർ തകർത്ത് കത്തിച്ച് എല്ലാം നശിപ്പിച്ചു. ആ നശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം യഹൂദന്മാരെല്ലാവരെയും, അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാവരെയും അവർ കൊന്നു, നശിപ്പിച്ചു. എല്ലാവരെയും പല രീതിയിലാണ് അവർ നശിച്ചത്. ആ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടാണ് അന്ന് അവർക്ക് സംഭവിച്ചത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, പല യഹൂദന്മാരും പല ആൾക്കാരും ചിതറിപ്പോയതാണ്. അതെ, അവരുടെ വംശാവലി പോലും തിരിച്ചറിയാത്ത രീതിയിൽ അവർ ചിതറിപ്പോയി. അപ്പൊ ഇന്നൊരാൾക്ക് പറയാൻ പറ്റില്ല ഞാൻ അബ്രഹാമിന്റെ സന്തതിയായിട്ട് വന്ന യഹൂദനാണെന്ന് ഒരു ഇസ്രായേലിലുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ശരിക്കും യഹൂദനാണോ എന്ന് പോലും അദ്ദേഹത്തിന് പോലും തെളിയിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വംശാവലി പോലും ഇല്ല. അപ്പൊ ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും ജാതികൾ തന്നെയാണ് ശരിക്കും. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയാൻ ഇന്ന് ആർക്കും കഴിയില്ല. കാരണം എല്ലാവരുടെയും വംശാവലി നശിച്ചുപോയി. AD 70 എല്ലാം പോയി. അതാണ് പറയുന്നത്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ജഡികമായ ഇസ്രായേലിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ശരിക്കും വാഗ്ദത്ത പ്രകാര അവകാശികളായ അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്ത്യാനികളെ പറ്റിയാണോ? ശരിക്കും അബ്രഹാമിന്റെ സന്തതികളെ കുറിച്ചാണ് പറയുന്നത്, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളെ പറ്റിയാണ്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. അങ്ങനെയാണ് അവര് ശരിക്കും ഇസ്രായേലാകുന്നത്. ആ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്തിൽ നിന്നാണ് ദൈവം ഇസ്രായേലിനെ രക്ഷിക്കും എന്ന് പറഞ്ഞത്? മത്തായി 1:21 നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം. യേശുക്രിസ്തു മശിഹയായിട്ട് വന്നത്, രക്ഷകനായിട്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അവൻ അവന്റെ ജനത്തെ തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്നാണ് അവിടെ പറയുന്നത്. അല്ലാതെ അവരെ റോമാക്കാരിൽ നിന്നോ, അല്ലെങ്കിൽ ഇനിയിപ്പോ കുറെ യുദ്ധം നടക്കുന്നുണ്ട് അവരിൽ നിന്ന് രക്ഷിച്ച് ഒരു ദേവാലയം പണിയിപ്പിച്ചു കൊടുക്കാനും അവിടെ വന്ന് ദൈവം വസിക്കാനും ഒന്നുമല്ല ദൈവത്തിന്റെ പദ്ധതി. അതൊക്കെ മനുഷ്യരുടെ പദ്ധതിയും അവരുണ്ടാക്കിയ കഥകളാണ്. നമുക്ക് മത്തായി 1:21 നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മശിഹ എന്ന പേര് അല്ലെങ്കിൽ യേശു എന്ന പേര് വരാൻ കാരണം അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വന്നൊരു രക്ഷകനായതുകൊണ്ടാണ്. അതെ, മശിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പഴയ നിയമത്തിൽ ഉടനീളം അതായത് മശിഹയെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് യേശു ജനിച്ചത്. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവരവനെ തള്ളിക്കളഞ്ഞു. അതായത് യോഹന്നാൻ 1 കാണാൻ പറ്റും, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ തള്ളിക്കളഞ്ഞു. പക്ഷേ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും, റോമർ 2:28 തുടങ്ങി ഒന്ന് വായിക്കാം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പൊ ദൈവം നോക്കണം, പുറമെ ആ അബ്രഹാമിന്റെ സന്തതി ജഡികമായിട്ട് ഇസഹാക്കിലൂടെ യാക്കോബിലൂടെ 12 ഗോത്രങ്ങൾ, ആ ഗോത്രത്തിലുള്ള ഏതെങ്കിലും ഒരു യഹൂദൻ, ആ യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും ഒന്നായി ചേർന്നു. അവരിലൂടെയാണ് പിന്നെ അവർ മാത്രമേ ദാവീദിന്റെ കുടുംബത്തോട് ചേർന്ന് നിന്നുള്ളൂ. ബാക്കി എല്ലാ 10 ഗോത്രങ്ങളും ചെതറിപ്പോയി, അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. കാരണം നമുക്ക് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഏറ്റവും അവസാനം ശേഷിച്ച 2 ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രവും യഹൂദ ഗോത്രവും. ബാക്കി 10 ഗോത്രങ്ങളും ചിതറിപ്പോയി, പലരും പല വഴിക്ക് പോകുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ യഹൂദ ഗോത്രത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം, പുറമെ യഹൂദനായവനൊന്നും അല്ല യഹൂദൻ. ദൈവം നോക്കണത് അവൻ ഇങ്ങനെ ജനിച്ചോന്നല്ല. പക്ഷേ അവിടെ പറയണത് എന്താ? 29 റോമർ 2:29 അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പൊ ദൈവം
പുറമേ യഹൂദനായവനല്ല ശരിക്കും യഹൂദൻ. ക്രിസ്തു യേശുവിനുള്ളവരെങ്കിലോ നിങ്ങൾ വാഗ്ദത്താൽ ജനിച്ച അബ്രഹാമിന്റെ സന്തതികളാണ്, വാഗ്ദത്താൽ അവകാശികളാണ്. അതാണ് ബൈബിൾ പറയുന്നത്, അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെ നമ്മൾക്കൊന്ന് റോമർ 3:9 തുടങ്ങി ഒന്ന് വായിക്കാം. 9-ാം വാക്യം, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷവുമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അതായത് ഇന്ന് യഹൂദനും എന്നില്ല, എന്താണ് ജാതി എന്നില്ല, എല്ലാവരും എന്ത് ചെയ്തവരാണ്? പാപം ചെയ്തവരാണ്. അതെ, റോമർ 3:23 കാണാം, എന്താണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി പോയി. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരാണ്. ഏതിൽ യഹൂദന് യവനനെന്നില്ല, എല്ലാവർക്കും ഒരു വഴിയുള്ളൂ രക്ഷപ്പെടാനായിട്ട്. കാരണം ദൈവം വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും രക്ഷ നേടാൻ ഒരേ ഒരു വഴിയുള്ളൂ. നമുക്കതിനകത്ത് കുറുക്ക് വഴികളില്ല. നമുക്ക് കാണാൻ സാധിക്കും ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയെ പറ്റി. അവിടെ വിശാലമായ വഴിയുണ്ട്, പക്ഷെ വിശാലമായ വഴിയിൽ കൂടി പോയാൽ നമുക്ക് ആ രക്ഷയിലേക്കുള്ള ഒരു പാതയില്ല, നമുക്കത് നിത്യമായുള്ള നരകത്തിലേക്കുള്ളൊരു പാതയായി. അതെ, നമുക്ക് റോമർ 4:14 വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും, അതായത് ന്യായപ്രമാണമുള്ളവർ, അതായത് യഹൂദന്മാരെയാണ് സൂചിപ്പിക്കുന്നത്, അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. അതായത് അവർ മാത്രമാണ് അവകാശികൾ, അല്ലെങ്കിൽ അവർ മാത്രമാണ് ദൈവത്തിന്റെ ജനമെങ്കിൽ വിശ്വാസവും വിശ്വാസം വ്യർത്ഥം, വാഗ്ദത്തം ദുർബലം. അതായത് അബ്രഹാമിനോടുത്ത വാഗ്ദത്തം, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, ഇതൊക്കെ വ്യർത്ഥമാണ്, ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതായത് ഒരാൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ് ന്യായപ്രമാണം. അതിലേക്ക് ഞങ്ങൾ അധികം പോകുന്നില്ല, അതിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതികൾക്കും ന്യായപ്രമാണത്തിലുള്ളവർക്ക് മാത്രമല്ല. നിങ്ങൾ കേൾക്കണം, ന്യായപ്രമാണത്തിലുള്ളവർ ഭൗതികമായി ജനിച്ച സന്തതി അവർക്കും ഉണ്ട്, പക്ഷേ അവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന്, അതായത് അബ്രഹാമിനെ കുറിച്ചാണ്, അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യം നമ്മൾ നേരത്തെ വായിച്ചില്ലേ, ഉൽപ്പത്തി 17. അപ്പൊ ബഹുജാതികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു യേശുവിലേക്ക് വരുമ്പോൾ യഹൂദനെന്നില്ല, ജാതി എന്നില്ല, എല്ലാവരും അബ്രഹാമിന്റെ മക്കളാണ്, ബഹുജാതികൾ. നമുക്കതിൽ കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ടൊരു ജാതിയെ അവിടെ പറയുന്നില്ല. ബഹുജാതികൾ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരെയുമാണ് സൂചിക്കുന്നത്. അതെ, നമ്മൾ ആദ്യം വായിച്ചത് അവിടെ യവനനെന്നില്ല, യഹൂദനെന്നില്ല, ദാസനില്ല, സ്വതന്ത്രനില്ല, ആണും പെണ്ണുമെന്നില്ല, എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ എന്നാണ് പറയുന്നത്. അതെ, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് റോമർ 4:18 ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. അപ്പൊ അബ്രഹാമിന് പോലും എന്തായിരുന്നു വിശ്വാസം? ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും, അല്ലാതെ എൻ്റെ മകനായ ഇസഹാക്കിന്റെ ആ ഒരു ജനത്തിന്റെ മാത്രം പിതാവാകുന്നല്ല. അബ്രഹാമിൻ വിശ്വസിച്ചത് എന്താണ്? ബഹുജാതികൾക്ക് പിതാവാകും. അപ്പൊ നമുക്ക് തീത്തോസ് 2:11 വാക്യത്തിലേക്ക് പോവാം. നമ്മൾ ഇത്ര നേരം കണ്ട കാര്യങ്ങളാണിത്. അബ്രഹാമിന്റെ ശരിക്കും വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികൾ, ബഹുജാതികൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവർ ഒന്നത്ര എന്നാണ് പറയുന്നത്. നമുക്ക് തീത്തോസ് 2:11 ഒന്ന് വായിക്കാം. അവിടെ എന്താണ് പറയുന്നതെന്ന് വായിക്കാം. അതായത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. സകല മനുഷ്യർക്കും എന്നല്ല അവിടെ പറയുന്നത്. അവിടെ യഹൂദനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനോ മാത്രം ലഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും അല്ല. അതിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. കാരണം അല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് മാത്രമൊന്നല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിക്കാൻ പോകുന്നു എന്നൊന്നും അല്ല പറയുന്നത്, ഉദിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. അതേ കാര്യം തന്നെ യേശുക്രിസ്തു ജനിച്ച രാത്രിയിൽ നമുക്ക് അതിനോട് സാമ്യമായ ഒരു കാര്യം കാണാം. ലൂക്കോസ് 2:10 വാക്യത്തിൽ ദൂതൻ അവരോട്, അതായത് ആട്ടിടയന്മാരോടാണ് പറയുന്നത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഏത് ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് പറയുന്നത്? സർവ്വജനത്തിന്, അതായത് ഓൾ പീപ്പിൾസ്, അതായത് അത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് ഓൾ പീപ്പിൾ, എല്ലാ ജനത്തിനും. അതായത് ഇസ്രായേൽ മക്കൾ മാത്രമാണെങ്കിൽ അവിടെ എല്ലാ ജനവും എന്ന് പറയോ? ഇല്ല. കാരണം നമുക്ക് കാണാൻ സാധിക്കും യഹൂദ ജാതിയിലാണ് യേശു ജനിക്കുന്നത്.
അപ്പോൾ സർവ്വജനത്തിനും എന്നാണ് അതിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും യഹൂദ ജനത്തിന് മാത്രമാണ് ആ വലിയ സന്തോഷമെന്ന് ദൈവം ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ല, കാരണം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദൈവം ലോകത്തെ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ നമുക്ക് ഈ കാര്യം വ്യക്തമാണ്. ഇന്ന് യഹൂദനെന്നും യവനനെന്നും ഒന്നും ഇല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിനെ സൂചിപ്പിക്കുന്ന വേറൊരു വാക്യം കൂടിയാണ് അപ്പോസ്തല പ്രവൃത്തി 17:30 വാക്യം ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 17:30 നിങ്ങൾക്ക് തിരിക്കാം. ഇതേണ്ട, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കും. അല്ലാതെ എല്ലായിടത്തും ജാതികളെല്ലാം മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കള് മാത്രം മാനസാന്തരപ്പെടണം എന്നാണോ പറയുന്നത്? അല്ല, എല്ലായിടത്തും എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലം ഇസ്രായേൽ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ല, ഇവിടെ മാത്രമുള്ള ഒരു മാനസാന്തരപ്പെടണം എന്നാണ് പറയുന്നത്. അല്ല, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം പറയുന്നത്. കാരണം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, അതായത് യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതിൽ ദൈവത്തിന് ചേഞ്ച് ഒന്നുമില്ല. കാരണം അവിടെ ഓൾറെഡി ഒരു ദിവസം നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ദൈവം നിശ്ചയിക്കും എന്നല്ല പറയുന്നത്. ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു. ദൈവത്തിന് വേണമെങ്കിൽ ഇന്ന് വരാം, നാളെ വരാം, അടുത്ത ആഴ്ച വരാം, അടുത്ത വർഷം വരാം. എല്ലാം ദൈവം ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് 2 തെസ്സലോനിക്കർ 1 അന്ന് വരുമ്പോൾ, അതാണ് നമ്മളിങ്ങനെ അടുത്തൊരു കാര്യം കാണുന്നത്. ആ ഒരു ദിവസം വരുമ്പോൾ 2 തെസ്സലോനിക്കർ 1:6 മുതൽ 8 വരെ വായിക്കാം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. ആർക്കൊക്കെയാണ് പ്രതികാരം കൊടുക്കുന്നത്? ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്നത്. എന്താണ് പ്രതികാരം എന്ന് പറയുന്നത് ശരിക്കും ദൈവം വരുമ്പോൾ? അതാണ് നമ്മുടെ അടുത്ത വാക്യം. നമുക്ക് വെളിപ്പാട് പുസ്തകം 20:15 വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:15 വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് ആ പ്രതികാരം. കാരണം ദൈവം ഇത്രയും അവസരം കൊടുത്തു. യഹൂദനായവനും കൊടുത്തു, ജാതിയായവനും കൊടുത്തു. ജാതികളെല്ലാവരും രക്ഷിക്കപ്പെടും? ഇല്ല. യഹൂദന്മാരും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം അവരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നുണ്ട് ഇന്ന് യഹൂദൻ എന്ന് പറയുന്നവർ പോലും. പിന്നെ ജാതികളായവരും എത്രയോ പേര് തള്ളിക്കളഞ്ഞിരിക്കുന്നു അല്ലെ? എല്ലാവരും പിന്നെ അവസാനം വരെ വിശ്വസ്തരായി നിന്നാൽ മാത്രമേ ജീവന്റെ കിരീടം പ്രാപിക്കുള്ളൂ എന്ന് വെളിപ്പാട് 2:10 കാണാം. അപ്പൊ വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുസരിക്കുകയും അവസാനം വരെ വിശ്വസ്തരായി ജീവിക്കുകയും വേണം. അതാണ് നമുക്ക് കാണുന്നത് ആരായാലും. ഇനി നമുക്ക് യോഹന്നാൻ, ഇനി ഒരു 3 വാക്യം കൂടിയേ ഉള്ളൂ. യോഹന്നാൻ 1:11 നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ട്. ആ സ്വന്തമായവരെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇസ്രായേൽ മക്കളെ പറ്റി. അതായത് ഇസ്രായേൽ മക്കൾ, അതായത് യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞു, അവനെ ക്രൂശിച്ചു. അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവരാണ് പറഞ്ഞത് അവനെ ക്രൂശിക്കുക. അവരാണ് പറഞ്ഞത്. അവനെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. അല്ല, അവിടെ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അല്ലാതെ ദൈവമക്കളാകുന്നത് ഇന്ന് യഹൂദന്മാര് മാത്രമല്ല, ദൈവമക്കളാകാൻ പോകുന്നതും ഇന്ന് യഹൂദന്മാരല്ല. ദൈവത്തിനുള്ളവരെയൊക്കെ ദൈവത്തിന് ഓൾറെഡി അറിയാം. കാരണം ദൈവം സമയത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിന് അറിയാം ആരൊക്കെ ദൈവത്തിനെ തിരഞ്ഞെടുക്കുമെന്ന് അന്നേ അറിയാം. അതെ, നമുക്ക് അവിടെ തന്നെ കാണാം. അവർ രക്തത്തിൽ നിന്നല്ല. അപ്പൊ രക്തത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതി എന്ന് പറയുമ്പോഴാണ് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. അതായത് അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ഇന്ന് ക്രിസ്തുവിനുള്ളവൻ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. പക്ഷേ അബ്രഹാമിന്റെ സന്തതി ജഡപ്രകാരമുള്ള പ്യുവർ ബ്ലഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അവരിന്ന് ജഡപ്രകാരം മാത്രമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ? അല്ല. അവർ ജഡപ്രകാരം ജനിച്ചവരാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളവരല്ല. അതെ.
അപ്പൊ നമ്മൾ ഹോശേയിൽ നമ്മൾ ആദ്യം വായിച്ചൊരു വാക്യമുണ്ട്, അവർ ജനമല്ല എന്ന് പറഞ്ഞവരെ എൻ്റെ ജനം എന്ന് പറയും. നമുക്ക് 1 പത്രോസ് 2:10 വാക്യം ഒന്ന് വായിക്കാം. ഇവിടെയാണ് ആ ഒരു പ്രവചനം ഫുൾഫിൽ ആയത്, അതായത് നിറവേറിയതിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് നമുക്ക് തന്നെ സന്തോഷം. കാരണം മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. 1 പത്രോസ് 2:10. കാരണം അവിടെ ഇതിനു മുമ്പ് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് 9 വാക്യം, തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. ക്രിസ്ത്യാനികളെല്ലാവരും പുരോഹിതന്മാരെന്നുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യമാണിത്. രാജകീയ പുരോഹിത വർഗമാണ് ക്രിസ്ത്യാനികൾ, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നമുക്ക് എത്രയോ വലിയ കാര്യമാണ് ദൈവം ഒരുക്കി തന്നത്. ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് എബ്രായർ 2:4 പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് തന്നെ ഇത് വളരെ ഉത്സാഹമായ കാര്യമാണ്. കാരണം ദൈവത്തിന് ഇന്ന് മുഖപക്ഷം ഇന്നല്ല, ഒരു കാലത്തും ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ക്രിസ്തു യേശുവിലൂടെ ഇത്ര വലിയ രക്ഷ ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഭൗതികമായ ഇസ്രായേലിനെ പോലും ഉപയോഗിച്ചത്. കാരണം അവരിലൂടെയാണ് ആര് വന്നത്? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചത്. കാരണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവരുപയോഗിച്ചത്. അതിനുശേഷം യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരാണെങ്കിൽ അവർക്കും ഇന്ന് രക്ഷയില്ല. അത് യഹൂദനായാലും യവനനായാലും ദാസനായാലും സ്വതന്ത്രനായാലും ആണായാലും പെണ്ണായാലും ദൈവം മുഖപക്ഷം കാണിക്കുകയില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ പരിശോധിക്കാം, പഠിക്കാം. ദൈവത്തിന്റെ വചനം സത്യമാണ്, അതിനൊരിക്കലും മാറ്റം വരില്ല. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ഇന്ന് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് നിത്യരക്ഷയുള്ളത്. അതെ, അപ്രതികാരം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മൾക്ക് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് ഉറപ്പിക്കാം. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ.